കുറച്ച് ദിവസങ്ങളായി പശ്ചിമേഷ്യയിൽ നിന്നും യുദ്ധത്തിന്റെ വാർത്തകളൊന്നും നാം കേട്ടിരുന്നില്ല. അതുകൊണ്ട് തന്നെ വലിയ സമാധാനമുണ്ടായിരുന്നു. നമ്മുടെ രാജ്യം നേരിട്ട ഇന്ധന പ്രതിസന്ധിക്കൊക്കെ താൽക്കാലികമായാണെങ്കിലും ഒരു സമാധാനം ഉണ്ടായല്ലോ എന്നോർത്ത് നമ്മൾ ആശ്വസിച്ചു. മാത്രമല്ല, ഇറാനിൽ ഇപ്പോൾ ഖമനേയിയുടെ അന്ത്യകർമ്മങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ ഘട്ടത്തിൽ എന്തായാലും യുദ്ധം ഉണ്ടാവില്ല എന്നുള്ളൊരു പ്രതീക്ഷയും ഉണ്ടായിരുന്നു. പക്ഷേ നമ്മുടെ പ്രതീക്ഷകളെയൊക്കെ മറികടന്നുകൊണ്ട് കുവൈറ്റിലും ബഹ്റൈനിലുമൊക്കെ യുദ്ധ സൈറനുകൾ മുഴങ്ങുകയാണ്. 14 കരാർ വെറും കടലാസ് മാത്രമാക്കിക്കൊണ്ട് ട്രംപിന്റെ ഒരൊറ്റ പ്രഖ്യാപനത്തിൽ പശ്ചിമേഷ്യയിൽ വീണ്ടും യുദ്ധം എത്തുകയാണോ എന്നുള്ളതാണ് ആശങ്ക. ഇനി എന്ത് സംഭവിക്കും നമുക്കറിയില്ല. ഇറാനുമായുള്ള വെടിനിർത്തൽ കരാർ അവസാനിച്ചുവെന്നാണ് എൻ്റെ വിലയിരുത്തൽ. അവരുമായി ഇനി ചർച്ചകൾ നടത്തുന്നതിൽ അർത്ഥമില്ല. അത് സമയം കളയൽ മാത്രമാണെന്നാണ് ട്രംപ് കഴിഞ്ഞ കുറച്ച് മണിക്കൂറുകൾക്ക് മുമ്പ് നയം വ്യക്തമാക്കിയിരിക്കുന്നത്. അതായത് പശ്ചിമേഷ്യയെ മാസങ്ങളോളം യുദ്ധഭീതിയിലാഴ്ത്തിയ സംഘർഷങ്ങൾക്കൊടുവിൽ കഴിഞ്ഞ ജൂൺ 17 സ്വിറ്റ്സർലൻഡിൽ വെച്ച് US-ഉം ഇറാനും തമ്മിലൊരു താൽക്കാലിക സമാധാന കരാറിലെത്തിയിരുന്നു. ഫെബ്രുവരി 28 ആരംഭിച്ച US-ഇറാൻ യുദ്ധത്തിനും ഹോർമുസ് കടലിടുക്ക് അടച്ചിടലിനും താൽക്കാലിക ശമനം നൽകിയതായിരുന്നു ഈ 14 കരാർ. US വൈസ് പ്രസിഡന്റ് JD വാൻസിന്റെ നേതൃത്വത്തിൽ നടന്ന നീണ്ട ചർച്ചകൾക്കൊടുവിലാണ് ഇസ്ലാമാബാദ് ധാരണ എന്നറിയപ്പെടുന്ന ഇടക്കാല കരാർ രൂപപ്പെട്ടത്. ഇതിന്റെ ഭാഗമായി ഇറാന് മേലുള്ള പതിറ്റാണ്ടുകളായുള്ള എണ്ണ ഉപരോധത്തിൽ US ട്രഷറി വകുപ്പ് 60 ദിവസത്തെ താൽക്കാലിക ഇളവ് അനുവദിക്കുകയും യുദ്ധത്തിൽ വന്ന നാശനഷ്ടങ്ങൾക്ക് വലിയ പരിഹാരമൊക്കെ വാഗ്ദാനം ചെയ്യുകയും ഒക്കെ ചെയ്തിരുന്നു. പക്ഷേ കരാർ ഇപ്പോൾ തകർന്നിരിക്കുന്നു എന്നതാണ് യാഥാർത്ഥ്യം. താൽക്കാലികമായി നിലനിന്ന സമാധാനം പൂർണ്ണമായും തകിടം മറിച്ചുകൊണ്ടാണ് കഴിഞ്ഞ ദിവസം ഹോർമുസ് കടലിടുക്കിലൂടെ സഞ്ചരിച്ച 3 വാണിജ്യ കപ്പലുകൾക്ക് നേരെ ഖത്തർ, സൗദി അറേബ്യ, ലൈബീരിയൻ പതാകകൾ വഹിച്ച കപ്പലുകൾക്ക് നേരെ ഇറാന്റെ ഭാഗത്തുനിന്ന് മിസൈൽ ആക്രമണം ഉണ്ടായത്. UN ഇന്റർനാഷണൽ മാരിടൈം ഓർഗനൈസേഷന്റെ കണക്കനുസരിച്ച് ഏപ്രിൽ അവസാനത്തിനു ശേഷം ഒരു ദിവസം നടക്കുന്ന ഏറ്റവും വലിയ കപ്പൽ വേട്ടയാണിത്. ഇതോടെ തുർക്കിയിൽ നടക്കുന്ന നാറ്റോ ഉച്ചകോടിയുടെ വേദിയിൽ വെച്ച് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് കരാർ അവസാനിച്ചതായി ഔദ്യോഗികമായി പ്രഖ്യാപിക്കുകയാണ്. ഇറാൻ ഭരണാധികാരികളെ കള്ളന്മാരെന്നും വഞ്ചകരെന്നും കടുത്ത ഭാഷയിൽ വിമർശിച്ച ട്രംപ് അവരുമായി ഇനി ചർച്ചകൾ നടത്തുന്നത് വെറും സമയം കളയലാണെന്ന് വ്യക്തമാക്കി. ഇതോടൊപ്പം ഇറാന് നൽകിയിരുന്ന എണ്ണ കയറ്റുമതി ഇളവുകളും US റദ്ദാക്കുകയാണ്. ഇനി എന്തായിരിക്കും ഇതിന്റെ പ്രത്യാഘാതം? തീർച്ചയായിട്ടും അമേരിക്കൻ തിരിച്ചടി ഉണ്ടായി. ഇറാന്റെ പ്രത്യാക്രമണവും നടക്കുന്നുണ്ട്. കപ്പലാക്രമണത്തിന് ശിക്ഷ എന്ന വണ്ണം ഇറാന്റെ തന്ത്രപ്രധാന സൈനിക കേന്ദ്രങ്ങൾക്ക് നേരെ US സെൻട്രൽ കമാൻഡ് ശക്തമായ വ്യോമാക്രമണം അഴിച്ചുവിട്ടു. ഇറാന്റെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ, തീരദേശ നിരീക്ഷണ കേന്ദ്രങ്ങൾ, മിസൈൽ വിക്ഷേപണ തറകൾ എന്നിവയുൾപ്പെടെ 80-ലധികം ലക്ഷ്യങ്ങളെയാണ് അമേരിക്കൻ സൈന്യം തകർത്തത്. എന്നാൽ ഇതിനോട് അതിശക്തമായാണ് ഇറാൻ പ്രതികരിച്ചത്. ഹോർമുസ്ഗാൻ, മഷ്ഹർ പ്രവിശ്യകളിലെ തങ്ങളുടെ തീരദേശ താവളങ്ങൾക്ക് നേരെ അമേരിക്ക നടത്തിയ ആക്രമണത്തിന് മറുപടിയായി ബഹ്റൈനിലെയും കുവൈറ്റിലെയും 85 US സൈനിക കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ട് ഇറാൻ മിസൈൽ ഡ്രോൺ ആക്രമണം നടത്തി. ബഹ്റൈനിലെ US 5-ാം കപ്പൽപ്പടയുടെ താവളത്തിന് നേരെയും കുവൈറ്റിലെ അലി അൽ സലൈം വ്യോമത്താവളത്തിന് നേരെയും ആക്രമണം ഉണ്ടായതായി ഇറാന്റെ പാരാമിലിറ്ററി റവല്യൂഷണറി ഗാർഡ്സ് അവകാശപ്പെടുന്നുണ്ട്. കുവൈറ്റിലും ബഹ്റൈനിലും ആക്രമണ ഭീഷണിയെ തുടർന്ന് കനത്ത ജാഗ്രതാ സൈറനുകൾ മുഴങ്ങി. കൂടാതെ അമേരിക്കയുടെ അത്യാധുനിക MQ-9 റീപ്പർ ഡ്രോൺ വെടിവെച്ചിട്ടതായും ഇറാൻ അവകാശപ്പെടുന്നുണ്ട്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താകും ഭാവി എന്നുള്ളതാണ്. ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമീനിയുടെ മരണത്തിന് ശേഷം ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ചർച്ചകൾ തടസ്സപ്പെട്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഈ ഏറ്റവും നയതന്ത്രപരമായ നീക്കങ്ങൾക്കൊടുവിൽ സ്വിറ്റ്സർലൻഡിൽ വെച്ച് 14 ഒരു കരാറിലേക്ക്, ഒരു 60 ദിവസത്തെ വെടിനിർത്തലിലേക്ക് എത്തുന്നത്. പക്ഷേ ഈ ഘട്ടത്തിലാണ് ഇറാൻ എന്ന് പറയുന്ന രാഷ്ട്രം അവരുടെ രാജ്യത്തിൻ്റെ സമീപത്തുകൂടി പോകുന്ന ഹോർമുസ് കടലിടുക്ക് തങ്ങളുടേതാണെന്നുള്ളൊരു ബന്ധിയാക്കൽ രീതി അല്ലെങ്കിൽ ആ പൊളിറ്റിക്സ് കൊണ്ടുവന്ന് യുദ്ധമുഖം വീണ്ടും തുറക്കപ്പെടുന്നത്. ലോകത്തിലെ ആകെ എണ്ണവാതക വ്യാപാരത്തിൻ്റെ 5-1 കടന്നു പോകുന്ന ഹോർമുസ് കടലിടുക്ക് വീണ്ടും അശാന്തമാവുകയാണ്. അതായത് ഇത് വീണ്ടും അശാന്തമാകുന്നത് ആഗോള സമ്പദ് വ്യവസ്ഥയും എണ്ണവിലയും ഗുരുതരമായി ബാധിക്കും. നയതന്ത്ര തലത്തിലുള്ള ചർച്ചകൾക്ക് ട്രംപ് വലിയ പ്രതീക്ഷ കൽപ്പിക്കുന്നില്ലെന്ന് പ്രഖ്യാപിച്ച സ്ഥിതിക്ക് വരും ദിവസങ്ങളിൽ ഇരുവിഭാഗവും സൈനിക നടപടികൾ കടുപ്പിച്ചാൽ പശ്ചിമേഷ്യ ഒരു പൂർണ്ണ തോതിലുള്ള മഹാമാരിയിലേക്ക് വഴിമാറുമെന്ന കാര്യത്തിൽ സംശയം വേണ്ട. പശ്ചിമേഷ്യൻ സംഘർഷങ്ങളുടെ ഏറ്റവും പുതിയ പശ്ചാത്തലത്തിൽ ഇറാൻ സ്വീകരിക്കുന്ന നിലപാടുകൾ അതൊരു ഭീകര റോക്ക് സ്റ്റേറ്റ് അഥവാ തെമ്മാടി രാജ്യത്തിൻ്റെ സമാനമാണെന്നാണ് ആഗോള വിമർശനം. അതായത് ആഗോള എണ്ണവാതക വ്യാപാരത്തിൻ്റെ പ്രധാനപ്പെട്ട ഭാഗവും കടന്നു പോകുന്ന ഹോർമുസ് കടലിടുക്ക് ഇറാന്റെ മാത്രം സ്വകാര്യ സ്വത്തോ കുത്തകയോ അല്ല. അന്താരാഷ്ട്ര സമുദ്ര നിയമങ്ങൾ അനുസരിച്ച് എല്ലാ രാജ്യങ്ങൾക്കും സുരക്ഷിതമായി ചരക്കുനീക്കം നടത്താൻ അവകാശമുള്ള അന്താരാഷ്ട്ര ജലപാതയാണ്. എന്നാൽ ഈ പാതയിലൂടെ സഞ്ചരിക്കുന്ന ഖത്തറിന്റെയും സൗദി അറേബ്യയുടെയും ഉൾപ്പെടെയുള്ള വാണിജ്യ കപ്പലുകളെ മിസൈലുകളും ഡ്രോണുകളും ഒക്കെ ഉപയോഗിച്ച് ആക്രമിക്കുന്നതിലൂടെ ഇറാൻ ഒരു പരമാധികാര രാജ്യത്തിന് ചേരാത്ത വിധം കടൽ കൊള്ളക്കാരുടെ ശൈലിയിലേക്ക് പെരുമാറുന്നതാണ്. എന്തായാലും ഇതിനൊക്കെ പ്രത്യാക്രമണം ഉണ്ടാകും. ആക്രമണം പ്രത്യാക്രമണമായി വീണ്ടും ക്രൂഡ് ഓയിൽ വില വർദ്ധിക്കും. നമ്മുടെ മുറ്റത്തേക്കും യുദ്ധത്തിൻ്റെ പ്രകമ്പനങ്ങൾ എത്തും. ഏറ്റവും ആത്യന്തികമായി പശ്ചിമേഷ്യ വീണ്ടും ഒരു സംഘർഷാവസ്ഥയിലേക്ക് മാറുകയാണ്. എന്തായാലും ഈ മേഖലയിലെ പ്രശ്നത്തിന് എന്ത് പരിഹാരം ആര് കാണും എന്നതാണ് ചോദ്യചിഹ്നമായി നിലനിൽക്കുന്നത്.